ഓൾ നമ്മൾ ഇന്ന് മോഡ്യൂൾ 2ൻ്റെ കുറച്ച് ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ആക്ടിവിറ്റി 1 ആൻഡ് ദിസ് കംസ് അണ്ടർ ദ സെക്ഷൻ ഐ ലേൺ വേർഡ്സ്. Okay, so look at the words given in the table, cover them, say them aloud, spell them correctly, write down their meanings and use them in sentences of your own. When you finish each task, give a tick mark in the respective columns. Okay, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ആങ്ഷ്യസ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ആ വേർഡ് എങ്ങനെയാണ് കാണാൻ എന്ന് നോക്കുക. നോക്കിയിട്ട് സ്വന്തം എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വേർഡ് കാണുമ്പം ഈ വേർഡിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് എഴുതുക. ഈ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് എഴുതുക. അപ്പോൾ ബേസിക്കലി ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്പെൽ ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ മീനിങ്. അതിനുശേഷം ആ മീനിങ് വെച്ചിട്ട് ഇതൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക. അപ്പോൾ ആങ്ഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, വളരെ ടെൻസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയ ഒരു ആളെയാണ് നമ്മൾ ആങ്ഷ്യസ് എന്ന് പറയുക. ടെൻസ്ഡ് അല്ലെങ്കിൽ വറിഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആങ്ഷ്യസ് എന്ന് പറയാം. അപ്പം ANXIOUS അത് ചിലപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പം ആങ്സിയസ് എന്നും ആവാം. പക്ഷെ ഇവിടെ എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്? ആങ്ഷ്യസ്. ഓക്കെ, ആങ്ഷ്യസ്, നോട്ട് ആങ്സിയസ്. അപ്പം ഇത് ആദ്യം നോട്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുക. അതിൽ ആങ്ഷ്യസ് എന്താണ്, മീര വാസ് ലുക്കിംഗ് വെരി ആങ്ഷ്യസ് ദാറ്റ് ഡേ. ഓക്കെ, മീര വാസ് ലുക്കിംഗ് വെരി ആങ്ഷ്യസ് ദാറ്റ് ഡേ, അതാണ് ഒരു സെൻറ്റൻസ്. ഞാൻ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ തരും. നിങ്ങൾ വേറൊരു എക്സാമ്പിളാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പം എഴുതേണ്ടത്. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ അങ്ങനെയാണ്. അതെന്താണ്, ഒരു ഡിസീസാണ്, ഒരു ഇൽനെസ് ആണ്. കഫ് ആൻഡ് കോൾഡിനെ നമ്മൾ ഇൻഫ്ലുവൻസ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ എന്താണ് പറയുക? രാഹുൽ ഹാഡ് ഇൻഫ്ലുവൻസ സോ ഹി കുഡൻറ്റ് കം ടു സ്കൂൾ. ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ ഒരു എക്സാമ്പിളാണ് തരുന്നത്. ഞാൻ നോട്ട്സിൽ വേറൊരു എക്സാമ്പിൾ തരും. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നോട്ട്ബുക്കിൽ എഴുതുമ്പം നിങ്ങൾ സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. അതിനുശേഷം എന്താണ് അക്കറൻസ് എന്ന് പറയുമ്പം അക്കറൻസ് നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? അക്കറൻസ്. ഇറ്റ്സ് നോട്ട് ഒസറൻസ്, ഇറ്റ്സ് അക്കറൻസ്. ഈ ഒരു വേർഡിൽ ഫസ്റ്റ് സെക്ഷനിലും സി ഉപയോഗിക്കുന്നുണ്ട്, സെക്കൻഡ് സെക്ഷനിലും ഉപയോഗിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് സെക്ഷനിൽ ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ക ആൻഡ് സെക്കൻഡ് സെക്ഷനിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് സ. സോ അക്കറൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക, സംതിങ്, ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അതിനെയാണ് നമ്മൾ അക്കറൻസ് എന്ന് പറയുക. എക്സാക്ട് മീനിങ് ഞാൻ നോട്ട്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സെൻറ്റൻസ് എന്തായിരിക്കും? ദ ലൂണർ എക്ലിപ്സ് ഇസ് എ വെരി റെയർ അക്കറൻസ്. അതായത് ഭയങ്കര റെയർ ആയിട്ട് ഉണ്ടാവുന്ന സംഭവമാണ് എക്ലിപ്സ് എന്ന് പറയുന്നത്, ഗ്രഹണം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് ഹേസ്റ്റലി നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ഹേസ്റ്റലി. നമ്മൾ ആദ്യം തന്നെ HAS കാണുമ്പം അത് ഹാസ് എന്ന് വായിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഹേസ്റ്റലി, ഇറ്റ് ഈസ് നോട്ട് ഹാസ്റ്റലി. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണ്? വളരെ വേഗം എന്തെങ്കിലും ചെയ്യുക, അതിനാണ് നമ്മൾ ഹേസ്റ്റലി അല്ലെങ്കിൽ ഹാസ്റ്റലി എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു മിനിറ്റ്. ഓക്കെ, അതേപോലെ തന്നെ വേഗം എന്തെങ്കിലും ചെയ്യുക, അതാണ് മീനിങ്. ഇനി സെൻറ്റൻസ് എന്താണ്? മീര ഹേസ്റ്റലി പാക്ഡ് ഹർ ബാഗ്സ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ വേഗമാണ് ബാഗ് പാക്ക് ചെയ്തത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി. പിന്നെയുള്ള വേർഡ് എന്താണ്? സ്റ്റാമർ. നമ്മൾ നിർത്തി സംസാരിക്കുമ്പോഴാണ് നമ്മൾ സ്റ്റാമർ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? സ്റ്റാമർ. അത് ഇതേപോലെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ എന്താണ്? whenever I see okay, let's use the word Meera again. Whenever I see Meera ma'am, I start stammering അല്ലെങ്കിൽ I start to stammer. ഓക്കെ, I start to എന്ന് പറയുമ്പോൾ മാത്രമാണ് സ്റ്റാമർ വരിക. I start മാത്രമാണെങ്കിൽ അതെന്തായി മാറും? സ്റ്റാമറിങ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആക്ടിവിറ്റി 1. ലെറ്റ്സ് മൂവ് ഓൺ ടു ആക്ടിവിറ്റി 2. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ 5 വേർഡ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഷെറിൻ വാസ് എക്സ്ട്രീംലി ആങ്ഷ്യസ് അബൌട്ട് എക്സാംസ്. അപ്പോൾ വളരെ ടെൻസ്ഡ് ആയിരുന്നു ഷെറിൻ അവളെ എക്സാംസിനെ പറ്റിയിട്ട്. ദ പ്രിൻസിപ്പൽ ഗ്രാൻറ്റഡ് മീ ലീവ് ഓഫ് ആബ്സെൻസ്. അപ്പോൾ എന്താണ്?
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ഐ തിങ്ക് ദർ ഇസ് സം ഇഷ്യൂ. ഈ ഗ്രാൻറ്റഡ് എന്നുള്ള വേർഡ് ഇവിടെ ഇല്ല, പക്ഷേ അത് നമ്മൾ സ്വന്തം എഴുതിയാൽ മതി. ഓക്കെ, സോ ദ പ്രിൻസിപ്പൽ ഗ്രാൻറ്റഡ് മീ ലീവ് ഓഫ് ആബ്സെൻസ്. അതായത് എനിക്ക് അവർ ലീവ് ഓഫ് ആബ്സെൻസ് തന്നു. ഐ ഫീൽ ഐ ആക്റ്റഡ് ടു ഹേസ്റ്റലി. ഹേസ്റ്റലി എന്ന് പറയുമ്പം ഒന്നും ചിന്തിക്കാതെ വേഗം എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞു ഭയങ്കര വേഗം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഹേസ്റ്റലി എന്ന് പറയാം. വേറൊരു സിറ്റുവേഷൻ ഏതാണ് ഇവിടെ യൂസ് ചെയ്ത പോലെ? ഐ ഫീൽ ഐ ആക്റ്റഡ് ടു ഹേസ്റ്റലി, അതായത് ചിന്തിക്കാതെ വേഗം നമ്മൾ പ്രവർത്തിക്കുക, അങ്ങനെയാണ് ഹേസ്റ്റലി എന്ന് പറയാം. മഞ്ജു ട്രൈഡ് ഇൻ വെയിൻ ടു ഗെയിൻ കൺട്രോൾ ഓഫ് ഹർ കാർ. ഓക്കെ, അപ്പോൾ എന്താണ് മഞ്ജു എന്താണ് ചെയ്തത്? ട്രൈഡ് ഇൻ വെയിൻ ടു ഗെയിൻ. ഓക്കെ, ഐ എം സോ സോറി. ഇവിടെ അവർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ ഗ്ലോസറി എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ സ്റ്റോറി ചെയ്തപ്പം ഓരോ സ്റ്റോറീൻ്റെ താഴെ എന്താണ് കുറേ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിൻ്റെ മീനിങ് എന്താണ് നിങ്ങൾക്ക് വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യേണ്ടത്. ഓക്കെ, സോറി, ഐ തോട്ട് ഇറ്റ്സ് ഫ്രം ആക്ടിവിറ്റി 1 വേർഡ്സ് കൊണ്ടാണ് ഇത് ഫിൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്താണ് മഞ്ജു ട്രൈഡ് ഇൻ വെയിൻ ടു ഗെയിൻ കൺട്രോൾ ഓഫ് എ കാർ. ഇൻ വെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ഐ വാസ് ക്യൂരിയസ് അബൌട്ട് ദ പീപ്പിൾ ഹു ലിവ്ഡ് നിയർ ദ ഫോറസ്റ്റ്. അപ്പം ആ കാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഞാൻ ക്യൂരിയസ് ആണ്, അതായത് എനിക്ക് അറിയണമെന്നുണ്ട് അവരുടെ ജീവിതത്തിനെ പറ്റിയിട്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Given below is a story that Dabney happened to read one night with goosebumps all over, but that made him laugh out loud in the end. Fill up the missing words in the story by supplementing words from the help box. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു ക്ലൗഡ് പോലത്തെ സംഭവമുണ്ട്, ഇതിലെന്താണ് കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വേർഡ്സ് വെച്ചിട്ടാണ് ഈ സ്റ്റോറി ഫിൽ ചെയ്യേണ്ടത്. ഈ സ്റ്റോറി ആരാണ് വായിച്ചത്? ഡാബ്നി ആരാണ്? റൈറ്ററിൻ്റെ ഫ്രണ്ട്. ഫേസ് ഓൺ ദ വാൾ എന്നുള്ള റൈറ്ററിൻ്റെ ഫ്രണ്ടാണ് ഡാബ്നി. കാരണം ആ സ്റ്റോറീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു എല്ലാവരും കൂടി ഡാബ്നീൻ്റെ വീട്ടിൽ പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഈ ഡാബ്നിയാണ് ഒരു സ്കേറി സ്റ്റോറി വായിച്ചത്. അപ്പോൾ ആദ്യം വളരെ പേടിച്ചാണ് അത് വായിച്ചുകൊണ്ടിരുന്നത്, ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പക്ഷേ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ എന്താണ് ആ സ്റ്റോറി നമുക്ക് നോക്കാം. Having taken up the challenge of sticking a knife into a grave in the dark and scary city cemetery on a full moon night, Manu crept silently into the desolate place and found a grave. അപ്പോൾ എന്താണ് ഒരു കത്തി, എന്താണ് ഒരു ഗ്രേവ് എന്ന് പറയുമ്പോൾ ശ്മശാനം എക്സാക്ട്ലി അല്ല, ശ്മശാനം എന്ന് പറയുമ്പോൾ സിമെട്രി. അപ്പോൾ അതിലുള്ള ഒരു പർട്ടിക്കുലർ ഗ്രേവ് ഇല്ലേ, ആ ഒരു ആ ഒരു സ്ഥലത്ത് അവിടെ ഒരു കത്തി അവിടെ കുത്തിക്കയറ്റണം എന്നുള്ള ചാലഞ്ച് ആരാണ് എടുത്തത്? മനു എടുത്തു ആ ചാലഞ്ച്. അതിനുശേഷം ഇൻ ദ ഡാർക്ക് ആൻഡ് സ്കേറി സിറ്റി സിമെട്രി. അപ്പം വളരെ പേടിപ്പിക്കുന്ന ഒരു സിറ്റി സിമെട്രിയിലായിരുന്നു ഇതുള്ളത്. ഓൺ എ ഫുൾ മൂൺ നൈറ്റ്. അപ്പം ഒരു ഫുൾ മൂണുള്ളൊരു രാത്രിയായിരുന്നു അത് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. മനു ക്രെപ്റ്റ് സൈലൻ്റ്ലി ഇൻ ടു ദ ഡെസോലേറ്റ് പ്ലേസ്. മനു എന്താണ് ചെയ്തത്? മനു മെല്ലെ മെല്ലെ ആ ഡെസോലേറ്റ് പ്ലേസ്, ഡെസോലേറ്റ് എന്ന് പറയുമ്പം ആരുമില്ലാത്തൊരു സ്ഥലം, ആൻഡ് ഫൗണ്ട് എ ഗ്രേവ്. അപ്പോൾ ഒരു ഗ്രേവ് അവന് കിട്ടി. There were no lights and the gravestones were only faintly visible. അപ്പോൾ അവിടെ ഒരു ലൈറ്റും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രേവ്സ് ഒക്കെ അത്ര ക്ലിയർലി കാണുന്നില്ല. ഫെയിൻറ്റ്ലി വിസിബിൾ, കുറച്ചേ കാണുന്നുള്ളൂ. Taro, Manu's friend, had told him that the hand of the skeleton would reach out and pull him down into the grave. അപ്പം ടാറോ എന്ന് പറഞ്ഞ മനുവിൻ്റെ ഫ്രണ്ട് മനുവിനോട് പറഞ്ഞിരുന്നത്, മനു അവിടെ പോകുമ്പോഴത്തേക്ക് ചെയ്യുക, ഒരു സ്കെലറ്റൻ ഒരു സ്കെലറ്റൻ വന്നിട്ട് മനുവിൻ്റെ കൈ ആ ഗ്രേവിലേക്ക് വലിക്കുമെന്നാണ് മനുവിനോട് പറഞ്ഞിരുന്നത്. He took the knife from his pocket, squatted down എന്ന് പറയുമ്പം ഇങ്ങനെ താഴെ ഇരുന്നിട്ട് closed his eyes and slammed the blade into the freshly packed earth. അപ്പോൾ എന്താണ് ചെയ്തത്? ആ കത്തി ചെയ്തത്? അത് ഫ്രഷ്ലി പാക്ഡ് എർത്തിലേക്ക് കുത്തി. He waited for a few moments for something to happen as he
റീകോൾഡ് ദ സ്റ്റോറീസ് ടോൾഡ് ബൈ ടാരോ. അപ്പോൾ എന്താണ്, അവൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അവൻ വിചാരിച്ചു എന്തെങ്കിലും സംഭവിക്കും, ടാരോ പറഞ്ഞനുസരിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കേണ്ടതാണ്. After a couple of minutes, he felt confident that nothing would happen and slowly opened his eyes. അപ്പോൾ എന്താണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ എന്താണ് കോൺഫിഡൻ്റ് ആയിരുന്നു, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൻ എന്താണ് ഭയങ്കര കോൺഫിഡൻ്റ്ലി എന്താണ് കണ്ണ് തുറന്നു. ബട്ട് ആസ് ഹി ട്രൈ ടു സ്റ്റാൻഡ് അപ്പ്, ഹി റിയലൈസ് ദറ്റ് സംതിങ് ഹാഡ് എ ഫേം ഗ്രിപ്പ് ഓൺ ഹിസ് ജാക്കറ്റ് ആൻഡ് വാസ് പുള്ളിങ് ഹിം ഡൗൺ ടുവേർഡ്സ് ദ ഗ്രൗണ്ട്. അപ്പോൾ അവൻ എണീക്കുമ്പോഴത്തേക്ക് അവൻ എന്താണ് റിയലൈസ് ചെയ്തത്, അവന് മനസ്സിലായത് എന്തിനോ ഒരു ഫേം ഗ്രിപ്പ് ഉണ്ടായിരുന്നു. അതായത് അവൻ്റെ ജാക്കറ്റിന് എന്തോ ഒരു സാധനം ഫേംലി പിടിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് വാസ് പുള്ളിങ് ഹിം ടുവേർഡ്സ് ദ ഗ്രൗണ്ട്. അവന് ഗ്രൗണ്ടിലേക്ക്, അതായത് നിലത്തോട്ട് അവനെ വലിക്കുകയാണ്. ഹിസ് ഹാർട്ട് ഫ്രോസ് ആൻഡ് ഹീ സ്ക്രീംഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ലങ്സ് അൺടിൽ ഹീ പാസ്ഡ് ഔട്ട്. അപ്പോൾ എന്താണ്, അവൻ്റെ ഹൃദയം എന്താണ് ഫ്രീസായി പോയി, അവൻ അത്ര പേടിച്ചു പോയി. ആൻഡ് ഹീ സ്ക്രീംഡ്, അവനെന്താണ് അവൻ്റെ അത്രയും ഒച്ചത്ത് കൂവി. ദ നെക്സ്റ്റ് മോർണിംഗ് ഹിസ് ഫ്രണ്ട്സ് ഫൗണ്ട് ഹിം അൺകോൺഷ്യസ് ബൈ ദ ഗ്രേവ്. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് മോർണിംഗ് അവൻ്റെ ഫ്രണ്ട്സ് എന്താണ് കണ്ടത്, അവൻ ബോധം കെട്ട് കിടക്കുകയാണ് ആ ഗ്രേവിൻ്റെ അടുത്ത്. ദേ വോക്ക് ഹിം ബട്ട് ദേ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് മനു വാസ് ട്രൈങ് ടു സേ. അപ്പോൾ എന്താണ്, അവർക്ക് മനസ്സിലായില്ല മനു എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഓക്കെ, ഹി വാസ് unconscious because of fright. He was stammering because of fright. അതായത് മനു എന്താണ് പേടിച്ച് വറച്ചുകൊണ്ട് എന്താണ് അവൻ അങ്ങനെ നിർത്തിയാണ് സംസാരിക്കുന്നത്. അവന് ക്ലിയർലി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആസ് ദേ ലുക്ക് ഡൗൺ അറ്റ് ദ പ്ലേസ് where മനു പോയിന്റഡ്, ദേ ബേഴ്സ്റ്റ് ഇൻ ടു ലാഫ്റ്റർ. അപ്പോൾ എന്താണ്, അവർ മനു ഏത് സ്ഥലം ആണ് കാണിച്ചത് അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. മനു സാറ്റ് there staring at his jacket അൺബിലീവിംഗ്ലി. അപ്പോൾ എന്താണ്, മനു എന്താണ് അവൻ്റെ ജാക്കറ്റിലേക്ക് താഴോട്ട് നോക്കിയിരുന്നാണ് ഒട്ടും വിശ്വസിക്കാതെ ഇങ്ങനെ നിന്നു. കാരണം എന്താണ് അവൻ കണ്ടത്, അവന് വിശ്വാസമായില്ല. ഇതായിരുന്നോ, ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ പേടിച്ചിരുന്നത്? ദ കോർണർ വാസ് പിൻ ടു ദ ഗ്രൗണ്ട് ബൈ ദ ബ്ലേഡ് ദാറ്റ് ഹി ഹിംസെൽഫ് ഹാഡ് ട്രസ്റ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ എന്താണ്, അവൻ്റെ ജാക്കറ്റ് എന്തുകൊണ്ടാണ് വലിഞ്ഞു വന്നത്? കാരണം അവൻ ആ കുത്തിയ കത്തിയിൽ തന്നെയാണ് അവൻ്റെ ജാക്കറ്റ് സ്റ്റക്കായിട്ടായിരുന്നു വലിയുന്നത്, അല്ലാണ്ട് കൈയൊന്നും പിടിച്ച് വലിക്കുന്നല്ലായിരുന്നു അവനാ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പോൾ ആദ്യം മനു വളരെ പേടിച്ചു, പക്ഷെ പിന്നെ ബോധമൊക്കെ ഇട്ടിട്ട് രാവിലെ എണീറ്റപ്പോൾ എന്താണ്, അത് ആക്ച്വലി അവൻ കത്തി തന്നെയായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഹിസ് എക്സ്പീരിയൻസ് വാസ്. ഇനി എന്താണ്, ആക്ടിവിറ്റി 4ലേക്ക് പോവാം. Dabney has an 11-year-old daughter who wants to help with a vocabulary activity. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ സിമിലറായ വേർഡ് ഏതാണെന്ന് നിങ്ങൾ പറയണം. അതായത് ഷെർലോക്ക് ഹോംസ് വാസ് സസ്പിഷ്യസ് ഓഫ് ദി ഡോക്ടേഴ്സ് ഇൻറ്റൻഷൻസ്. നമ്മൾ ഏത് വേർഡിൻ്റെ മീനിങ് പഠിക്കുമ്പോഴും അതിൻ്റെ സിനോണിമം പഠിക്കണം. സിനോണിം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം സസ്പിഷ്യസ് എന്ന് പറയുമ്പോൾ വളരെ ഡൗട്ട്ഫുള്ളായ ഒരാൾ. അപ്പം നമ്മളെന്താണ്, ഇപ്പം ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ട് വിചാരിക്കുക, അതിന് നമ്മൾ മീനിങ് പഠിക്കുമ്പം വേറെ ഒരു സെയിം മീനിങ്ങിൽ വേറെ ഏത് വേർഡാണ് ഉള്ളതെന്ന് ഡിക്ഷണറി നമ്മൾ എപ്പോഴും കാണും. അതിനെ സിനോണിം എന്നാണ് പറയുക. ആ വേർഡും നമ്മൾ എപ്പോഴും പഠിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, സസ്പിഷ്യസിൻ്റെ സിനോണിം എന്താണ്, ഡൗട്ട്ഫുൾ. അപ്പോൾ സസ്പിഷ്യസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡൗട്ട്ഫുൾ എന്നുള്ള വേർഡ് വെച്ചാലും എന്താണ്, ആ സെൻറ്റൻസ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഷെർലോക്ക് ഹോംസ് വാസ് സസ്പിഷ്യസ് ഓഫ് ദ ഡോക്ടേഴ്സ് ഇൻറ്റൻഷൻസ്, വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. എംപറർ അശോക wanted to defeat all the other kingdoms and expand his empire. അപ്പോൾ എംപറർ അശോക എന്തായിരുന്നു ചെയ്യേണ്ടത്? എംപറർ അശോക എന്താണ് പറഞ്ഞത്, എനിക്ക് എല്ലാവരെയും തോൽപ്പിച്ചിട്ട് എൻ്റെ എംപയർ എനിക്ക് എന്താണ് എക്സ്പാൻഡ് ചെയ്യണം എന്നായിരുന്നു ഉള്ളത്. അപ്പം ഡിഫീറ്റിൻ്റെ സ്ഥാനത്ത് ഏത് വേർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? വാങ്ക്വിഷ്. ഓക്കെ, വാങ്ക്വിഷ്. എംപറർ അശോക wanted to vanquish all other kingdoms. വാങ്ക്വിഷ് എന്ന് പറയുമ്പോഴും തോൽപ്പിക്കുക എന്നാണ്. ഓക്കെ, ആൻഡ് എക്സ്പാൻഡ് ഹിസ് എംപയർ. നെക്സ്റ്റ് എന്താണ്, രാഹുൽ വാസ് സോ സ്കെയർഡ് ദാറ്റ് ഹി വാസ് സ്റ്റാമറിങ്. ഓക്കെ, അപ്പോൾ എന്താണ്, രാഹുൽ ഇത്ര പേടിച്ചിട്ടാണെന്നുള്ളത് ദാറ്റ് ഹി വാസ് സ്റ്റട്ടർ എന്ന അല്ലായിരിക്കും, സ്റ്റട്ടറിങ്. ഓക്കെ, സ്റ്റട്ടറിൻ്റെ സ്ഥാനത്ത് that he was no, I think it's stuttering.
ഹി വാസ് സ്റ്റട്ടറിങ്. ഓക്കെ, ഹിസ് ഐസ് ക്ലോസ്ഡ് അറ്റ് ദ ബിസാർ ന്യൂസ്. അതായത് അവൻ്റെ ഐസ് എന്താണ്, അടഞ്ഞുപോയി. എന്ത് കേട്ടപ്പം? ആ വളരെ എന്താണ്, വളരെ അൺഫെമിലിയറായ എന്താണ്, വളരെ അൺഫെമിലിയറായ ന്യൂസ് കേട്ടപ്പം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഈ തേർഡ് ഹി വാസ് സ്റ്റട്ടറിങ് ആണ് ആക്ച്വൽ കറക്റ്റ് ഫോം. പക്ഷേ യു ക്യാൻ ഓൾസോ സേ മംബ്ലിങ്. പക്ഷേ മംബ്ലിങ്ങിനെക്കാട്ടും കറക്റ്റ് ഓബ്വിയസ്ലി സ്റ്റട്ടറിങ് ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്, ദ ലിറ്റിൽ ബോയ് മംബിൾഡ് സംതിങ് ടു ഹിസ് ടീച്ചർ ആൻഡ് വെൻറ്റ് ബാക്ക് ടു ഹിസ് സീറ്റ്. ഓക്കെ, മംബിൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റട്ടർ എന്ന് തന്നെ പറയാം ഇവിടെ. ഓക്കെ, ബിസാർ എന്ന് പറയുമ്പോൾ അൺഫെമിലിയർ, മംബിൾഡ് എന്ന് പറയുമ്പോഴും എന്താണ്, സ്റ്റട്ടറിങ് എന്നാണ് പറയുക. നെപ്പോളിയൻ സക്സസ്ഫുള്ളി വാങ്ക്വിഷ്ഡ് ഹിസ് റൈവൽസ്. അപ്പോൾ എന്തായിരിക്കും, ഡിഫീറ്റഡ് ഹിസ് റൈവൽസ്. ഓക്കെ, നെപ്പോളിയൻ സക്സസ്ഫുള്ളി ബെറ്റ് ഹിസ് റൈവൽസ്. ബെറ്റ് എന്ന് പറയുമ്പം BEATനെയാണ് പറയുന്നത്. ബീറ്റ് ഹിസ് റൈവൽസ് നമ്മൾ പറയില്ല, ബെറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. സ്പെല്ലിംഗ് പക്ഷേ ബീറ്റിൻ്റെത് തന്നെയാണ്. ഓക്കെ, നെപ്പോളിയൻ എന്താണ് ചെയ്തത്, നെപ്പോളിയൻ്റെ റൈവൽസിനെ എല്ലാവരും തോൽപ്പിച്ചു. ഐ വാസ് ഡൗട്ട്ഫുൾ അബൌട്ട് ദ മാൻസ് ക്രിഡൻഷ്യൽസ്. ഡൗട്ട്ഫുൾ എന്ന് പറയുമ്പം ഡിസ്ബിലീവിങ്. അപ്പം അവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അബൌട്ട് ദ മാൻസ് ക്രിഡൻഷ്യൽസ്. ആ മാനിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് വിശ്വാസമുണ്ടായിട്ടില്ല. ഹി ലുക്ക്ഡ് ലൈക്ക് എ ഫ്രോഡ്. ഒരു ഫ്രോഡിനെ പോലെയായിരുന്നു അയാളുള്ളത്. ഡ്രൈവിംഗ് ടു അൺഫെമിലിയർ പ്ലേസസ് അറ്റ് നൈറ്റ് ഇസ് റിസ്കി. അപ്പം ഈ അൺഫെമിലിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്, ഡ്രൈവിംഗ് ടു ബിസാർ പ്ലേസസ് അറ്റ് നൈറ്റ്. അതായത് നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ രാത്രി പോകുന്നത് എന്താണ്, സേഫ് അല്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാം. The walls of the narrator's room had been painted, but the place was damp and humid, and there were great patches on the walls. What do you think caused the dampness, humidity and patches? Does it have anything to do with the weather? അപ്പോൾ എന്താണ്, ഇത് എന്ത് കാരണമാണ് ഈ പാച്ചസ് ഒക്കെ ഉണ്ടായത്? ഇപ്പോൾ സൺ എന്ന് പറയുമ്പോൾ എന്താണ് പറയുക നമ്മൾ, സണി. ഇപ്പോൾ സൺ എന്ന് പറയുന്നത് വെതർ ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക, സണി. ക്ലൗഡ് എന്ന് പറയുമ്പം ക്ലൗഡി. ഫോഗ് എന്ന് പറയുമ്പം ഫോഗി. ഹീറ്റ് എന്ന് പറയുമ്പം ഹോട്ട്. വിൻഡ് എന്ന് പറയുമ്പം വിൻഡി. ഐസ് എന്ന് പറയുമ്പം ഐസി. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പം ഹ്യൂമിഡ്. ഇതാണ് വേർഡ്സ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി നമ്മൾ ലാസ്റ്റത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. Let's now use these words to describe an experience Dabney had at a beach resort. അപ്പോൾ ഇവിടെ കുറേ വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആക്ടിവിറ്റി 5 ഫസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം. Dabney and his friends enjoyed a sunny day at the beach. Okay. They had cool lemonades to soothe their hot bodies. Okay. But as evening came, clouds started rolling in and it turned cloudy. The wind was icy cold. Dabney looked at the humid sky and looked at the windy sky, not humid, okay, windy sky, and remarked that it looked like there would be a hurricane. ഹറിക്കൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹറിക്കൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൻഡ് വരുമ്പോഴാണ് നമ്മൾ ഹറിക്കൻ എന്ന് പറയാം. ദ നൈറ്റ് പാസ്ഡ് വിതൗട്ട് ഇൻസിഡൻറ്റ്, ബട്ട് ദ ഫോളോയിങ് മോർണിംഗ് വാസ് സോ ഫോഗി ദാറ്റ് ദേ കുഡൻറ്റ് സീ ദ ഓൺ ഫീറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ദ എയർ വാസ് so icy that it was oppressive. To their surprise, they found a patch on the wall that looked very much like the face in the little man's story. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വേർഡ്സ് ചെയ്തു. അതായത് സൺ എന്ന് പറയുമ്പോൾ അത് സണി ആയി മാറും, അത് വെതർ ആകുമ്പം. സൺ എന്നുള്ളൊരു വേർഡ് അത് വെതറിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് അതായി മാറുക, സണ്ണി. ക്ലൗഡ് എന്ന് പറയുമ്പം ക്ലൗഡി. അപ്പം ഈ ഫുൾ വേർഡ്സ് നമ്മൾ ഈ ഒരു പാസേജിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ആവുക, ഡാബ്നിയുടെ ഫ്രണ്ട്സ് എന്താണ് ഭയങ്കര ഒരു സണ്ണി ഡേ ആണ് ബീച്ചിൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അത്രയും ചൂടെടുക്കുന്നതുകൊണ്ട് അവർ കൂൾ ലെമനേഡ്സ് കുടിച്ചപ്പോൾ എന്താണ് അവരെ ഭയങ്കര തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ എന്താണ് അവരുടെ ഹോട്ട് ബോഡീസ്, ചൂടായ ബോഡീസ് എന്താണ് കാമായി. ബട്ട് ആസ് ഈവനിങ് കെയിം, ക്ലൗഡ് സ്റ്റാർട്ടഡ് റോളിങ് ഇൻ ആൻഡ് ഇറ്റ് ടേൺ ക്ലൗഡി. ഓക്കെ, അപ്പോൾ എന്താണ് ഭയങ്കര
ക്ലൗഡി ആയിപ്പോയി ഫുൾ എല്ലാ എന്താണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്താണ് ഫുൾ ആ ബീച്ചിൻ്റെ സ്കൈ എന്തായി മാറി ഫുൾ ക്ലൗഡ്സിൽ നിറഞ്ഞു. ദ വിൻഡ് വാസ് ഐസി കോൾഡ്, ഭയങ്കര തണുത്തൊരു കാറ്റായിരുന്നു വരുന്നത്. ഡാബ്നി ലുക്ക്ഡ് അറ്റ് ദ വിൻഡി സ്കൈ. അപ്പം ഡാബ്നി എന്താണ് ഭയങ്കര കാറ്റ് വരുന്ന സ്കൈയിലേക്ക് നോക്കിയപ്പോൾ എന്താണ് പറഞ്ഞത്? ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ദർ വുഡ് ബി എ ഹറിക്കൻ, അവിടെ ഒരു ഹറിക്കൻ ഉണ്ടാവുമെന്നാണ് അവന് തോന്നിയത്. ദ നൈറ്റ് പാസ്ഡ് വിതൗട്ട് ഇൻസിഡൻറ്റ്, അപ്പോൾ ഒരു ഇൻസിഡൻറ്റും ഇല്ലാണ്ട് ആ നൈറ്റ് പാസ്സായി. ബട്ട് ദ ഫോളോയിങ് മോർണിംഗ് വാസ് സോ, അപ്പോൾ എന്താണ് ഫോളോയിങ് മോർണിംഗ് ഇത്ര അധികം എന്താണ് ഫോഗി ആയിരുന്നു ദറ്റ് ദി കുഡൻ സീ ദ ഓൺ ഫീറ്റ്. അപ്പോൾ അത്രയും മഞ്ഞായിരുന്നു, അവർക്ക് അവരുടെ ഫീറ്റ് പോലും കാണുന്നില്ല. ദ എയർ വാസ് സോ ഐസി ദറ്റ് ഇറ്റ് വാസ് ഒപ്രസീവ്, അപ്പോൾ അത്ര തണുത്ത കാറ്റ് വരുന്നതുകൊണ്ട് അത് ഒപ്രസീവ് പോലെ ആയിരുന്നു തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്തു. ഈ ആക്ടിവിറ്റീസിൽ ഏതിലെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇതിൻ്റെ ആൻസർ കീയോട് കൂടി ഞാൻ നോട്ട്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ PDF ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.